അപ്പോൾ ഊണ് കഴിക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തൈര് സാദമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തൈര് സാദം ഉണ്ടാക്കണതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ചോറിലേക്ക് കുറച്ച് തോനെ തൈര് ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇത് വെള്ളരി ചോറാണ് കേട്ടോ. കുത്തരി ചോറ് എടുക്കാം, നന്നായിട്ടുണ്ടാവും. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ അതിലേക്ക് കടുക് പൊട്ടിക്കുന്നു. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി എരിഞ്ഞതും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഇതാ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് ഉഴുന്ന് ചേർത്തു. വേണമെങ്കിൽ ഇത്തിരി പരിപ്പൊക്കെ ചേർക്കാം കേട്ടോ, ഞാനത് ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ഉണക്കമുളക്, 2-3 ഉണക്കമുളക് പൊട്ടിച്ചതിലേക്ക് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില തണ്ടോടുകൂടി അങ്ങനെ ചേർക്കണം കേട്ടോ. അങ്ങനെ ചേർത്തിട്ട് ഇതാ മിക്സ് ചെയ്ത് വെച്ചാൽ ചോറിലേക്ക് തൈര് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് കൊട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ശരിക്കും ഒരു 10 മണിക്കൊക്കെ ഉണ്ടാക്കി വെച്ചാലേ ഉച്ചയ്ക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ലഞ്ച് കൊടുത്തേക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഇതാണ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അടിപൊളി തൈര് സാദം റെഡി ആയിട്ടുണ്ട്.